എല്ലാവർക്കും നമസ്കാരം. പറയാൻ പോണ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ദശാസമ്പ്രദായത്തെക്കുറിച്ചാണ്. എന്താണ് ദശാസമ്പ്രദായം? രാഹുദശ, കേതുദശ, സൂര്യദശ, പിന്നെ കുജദശ, ശുക്രദശ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ഗ്രന്ഥങ്ങളിലും അല്ലെ ഈ ദശാസമ്പ്രദായം വെച്ചിട്ട് രാഹു 18 വർഷവും കേതു 7 വർഷവും അങ്ങനെ ശുക്രന് 20 വർഷവും ബുധൻ 17 വർഷവും വ്യാഴം 16 വർഷവും രവി 6 വർഷവും ചന്ദ്രൻ 10 വർഷവും ഇങ്ങനെ നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കും രാഹു കേതുക്കളടക്കം ദശാസമ്പ്രദായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ദശാസമ്പ്രദായം നോക്കുമ്പോൾ ഈ ദശ മാത്രമാണ്. ദശാസമ്പ്രദായം തന്നെ 10-25 ദശാസമ്പ്രദായങ്ങളുണ്ട്. ക്ഷുദ്രം, സൂക്ഷ്മം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് ദശാസമ്പ്രദായങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ദശാസമ്പ്രദായത്തിന് കൂടുതൽ ഉപകാരപ്പെടുന്നത്, അതായത് ഒരു കൊച്ച് അല്ലെങ്കിൽ ഒരു കൊച്ച് ജനിച്ച് 1 വയസ്സാകും മുമ്പ് നമുക്ക് 7 ഗ്രഹങ്ങൾ ആധിപത്യം വഹിക്കുന്നുണ്ട്. ആ 7 ഗ്രഹങ്ങൾ, അതായത് നിസർഗ ദശ എന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു ജ്യോതിഷിയും പറയാത്തതാണ് നിസർഗ ദശ. അതായത് ഏതൊരു ജാതകം എടുത്തു കഴിഞ്ഞാലും എന്താണ് പറയണത്, ദശ ഇന്ന ദശയാണ് അല്ലെങ്കിൽ രാഹു ദശയാണ്. ഇന്നാളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടതാണ്, SBയിൽ ഗ്രൂപ്പ് കണ്ടാണ്, 11ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയാണ്. അതുകൊണ്ട് ആ രാഹു നമുക്ക് ആ 18 വർഷത്തോളം ദോഷമാണ്. ഇപ്പോൾ ഏകദേശം 2 വർഷം ആയിട്ടുള്ളൂ രാഹു തുടങ്ങിയിട്ട്. അപ്പോൾ 18 വർഷത്തോളം, ഇനി 16 വർഷത്തോളം മയക്ക് ദോഷം തന്നെയായിരിക്കും. ചിന്തിച്ചു നോക്കി, അവിടെ ജാതകത്തിൽ ബാക്കി ഗ്രഹങ്ങളെല്ലാം നിൽപ്പ്. രവി ഇപ്പോൾ മറ്റേ ലഗ്നാൽ വ്യാഴത്തിന്റെ സഞ്ചാരം അനുകൂലമാണ്. ഗുരുവിന്റെ വ്യാഴം 9ലൂടെ സഞ്ചരിക്കുന്നു, ശനി 6ലൂടെ സഞ്ചരിക്കുന്നു, രണ്ടും അനുകൂലമാണ്. അപ്പോൾ ഈ ദശാസമ്പ്രദായം വെച്ചിട്ട് കൃത്യമായ ജാതവിജ്ഞാനം ചെയ്യാതെയാണ് ഇപ്പം എല്ലാവരും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദശാസമ്പ്രദായമാണ് പറയണത്. അതേപോലെ തന്നെയാണ് പറയണത്. അപ്പോൾ നമുക്ക് കാര്യത്തേക്ക് കിടക്കാം. ഞാൻ വലിച്ചിപ്പിച്ച് കാര്യങ്ങളൊന്നും ഇതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ എന്താണ് ദശ? ശരിക്കും ഏത് ദശയാണ് അതിനാണ് നമ്മുടെ ഹോരാശാസ്ത്ര വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. എന്താ പറയണത്, അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് ഉണ്ടായിട്ടും അതിലൊന്നും ഒരു വ്യക്തത ഇതുവരെ കിട്ടാത്തതിനാൽ ഞാനൊരു ഫ്ലവം ഇറക്കുന്നു. അത് നിങ്ങൾ പഠിച്ചാലും മുങ്ങിത്താഴത്തില്ല. എന്നായാലും ഫ്ലവം എന്ന് പറഞ്ഞാൽ പൊങ്ങുതടി, ഫ്ലവം. ആ പൊങ്ങുതടി, പ്ലവം എന്ന് പറഞ്ഞാൽ പൊങ്ങുതടി. ആ പൊങ്ങുതടിയിൽ ആഴത്തിലേക്ക് ഇറങ്ങിത്തിരിക്കൂ, അല്ലെങ്കിൽ ആ ജലത്തിലേക്ക് ഇറങ്ങൂ, നിങ്ങൾക്ക് മുങ്ങിത്താഴും. അപ്പോൾ ഈ വല്ല ബുക്കുകളിലും കൃത്യമായ ഈ ജ്യോതിഷം മുതൽ പിന്നെ തലമുറക്കാർ വന്ന് കുഴപ്പിച്ചതാണ്. ഈ ഹോരാശാസ്ത്രത്തിൽ മാത്രമാണ് അടിസ്ഥാനം. ശരിക്കും ജ്യോതിഷ ഗ്രന്ഥം എന്ന് പറയുന്നത് നമുക്ക് ഈ ഹോരാശാസ്ത്രം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് നിസർഗദശ? അതായത് ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഓരോ ഗ്രഹങ്ങൾ ആധിപത്യം കൊടുത്തിട്ടുണ്ട്. ആ ആധിപത്യം അനുസരിച്ചിട്ടാണ് നമുക്ക് തീർച്ചയായിട്ടും അതായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. പക്ഷെ ഇവിടെ 18 വർഷം രാഹുവാണ് കേതുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. നിസർഗദശ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു, എന്താ പറയുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അതായത് അവസാനം, അതായത് 120 വയസ്സൊരായുസ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലാണ് പറയണത്. അപ്പോൾ ആ 120 വയസ്സുകളിൽ 7 ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ സ്വാധീനം കൊടുക്കുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജനിച്ച് 1 വയസ്സ് തികയുന്നതിന് വരെ ചന്ദ്രൻ്റെ ആധിപത്യം ആണ്. അതായത് ജനനസമയം ഗ്രഹനിലയിൽ ചന്ദ്രൻ വശക്കേടെന്ന് പറയുകയാണെങ്കിൽ 12ാം ഭാവത്തിലൊക്കെ ജനിക്കുന്ന സമയത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് വശക്കേടാണ് പറയണത്. അത് എന്താ പറയുക, ഹേമോദ്രുമയോഗം, അപ്പം ഇങ്ങനെ ദുഷ്സ്ഥാനത്ത് നിൽക്കുക, പാപബന്ധത്തിൽ നിൽക്കുകയോ, ബാലിഷ്ഠതകൾ അനിഷ്ട കുഞ്ഞിന് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞ് ജനിച്ച് 1 വയസ്സ് തികയണ മുമ്പ് നമ്മൾ ചന്ദ്രവശക്കേടായിട്ട്, അതായത് 12ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഭാവോ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാവം മധ്യസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, ഹേമോദ്രുമ യോഗം എന്നൊക്കെ പറയും.
അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ദുസ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ മറ്റേ പാപബന്ധത്തിലൂടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ബാലാരിഷ്ടതകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് ഈ സമയങ്ങൾ 1 വയസ്സ് തികയണം, ആ 1 വയസ്സ് വരെ ചന്ദ്രൻ്റെ സ്ഥിതി വെച്ചിട്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പറയാനുള്ളത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ, അതായത് 3 വയസ്സ് വരെ കുജൻ്റെ, അതായത് ചൊവ്വയുടെ ആധിപത്യമാണ്. ചൊവ്വയുടെ ആധിപത്യം പറയുകയാണെങ്കിൽ ചൊവ്വ 3 വയസ്സ് വരെ എടുത്തുചാട്ടം, കുറുമ്പുകൾ, ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കുറുമ്പ് എങ്ങനെ ഇരിക്കും? കുറുമ്പുകൾ, ദേഷ്യം, എടുത്തുചാട്ടം, കളി, ചിരി, മറ്റേ ഓർക്കക്കുറവ്, മറ്റുള്ളവരെ മറ്റേ ഇറിറ്റേഷൻ ചെയ്യുന്ന കളികളൊക്കെ ആയിരിക്കും ഈ കുഞ്ഞു കൊച്ചു ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 വയസ്സ് വരെ കുജൻ്റെ ആധിപത്യമായി കൊണ്ട് എടുത്തുചാട്ടം ഉണ്ടാവാം, സ്ഥലത്ത് കളിപരമായിട്ടുള്ള കുറുമ്പുകളൊക്കെ കാണിക്കും. അത് കഴിഞ്ഞ് 3 വയസ്സ് മുതൽ ആ സമയത്തൊക്കെ വശക്കേടായിട്ട് നിൽക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കുജൻ സമയത്ത്, അതായത് ദുസ്ഥാനത്തൊക്കെ നിൽക്കുക, 8-ാം ഭാവത്തിൽ അല്ലെങ്കിൽ 12-ാം ഭാവത്തിൽ 6-ാം ഭാവത്തിൽ നിൽക്കുക, മറ്റ് ശുഭകര ദൃഷ്ടി അല്ലെങ്കിലും ആയി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കാം, വലിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, അതായത് ബുധൻ്റെ നിസർഗദശയാണ്. 12 വയസ്സ് വരെ നിസർഗദശ. 7 ഗ്രഹങ്ങൾ ആധിപത്യം വഹിക്കലും 3 മുതൽ 12 വയസ്സ് വരെ ബുധൻ്റെ ആധിപത്യമാണ് വഹിക്കുന്നത്. അതായത് ബുധൻ രാജകുടുംബത്തിൽ, അതായത് ഗ്രഹങ്ങൾ രാജകുടുംബമായിട്ടുണ്ട്. അതിൽ രാജാവാണ് രവി, രാജ്ഞി ചന്ദ്രൻ, കുജൻ സേനാനായകൻ, ബുധനാണ് കുമാരനാണ്. കുമാരൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ കൊച്ച് എന്ന് പറയാം, കളിസ്ഥലം, വീട്, തീറ്റ, കിടപ്പ്, ഈ ഒരു ചിന്ത നോക്കിയാൽ മതി. വേറെ ഒരു ബാധ്യത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബുധൻ കളിസ്ഥലം, വീട്, ഇതേപോലെ തന്നെ കുജൻ്റെ എന്നാൽ അറിവ് സമ്പാദിക്കുക. അറിവ് എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ പരമായിട്ടും ആ പ്രകൃതിയിൽ നിന്നുള്ള അറിവുകൾ സമ്പാദിക്കുക, കളിസ്ഥലമായിട്ട് ചിന്തകൾ കൂടുതൽ വരാം. അങ്ങനെയൊക്കെ ഈ സമയത്ത് ഈ ബുധൻ്റെ ആധിപത്യം കൊണ്ട് 12 വയസ്സ് വരെ നമുക്ക് കൊച്ചിനൊക്കെ ഈ സമയത്തൊക്കെ നമുക്ക് നല്ല ഈ അറിവ് സമ്പാദിക്കാനും വിദ്യാപരമായിട്ടൊക്കെ നമുക്ക് നല്ല മുന്നോട്ടും വരും എന്നാണ് പറയണത്. മുന്നോട്ടല്ല, നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 12 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ശുക്രൻ ജീവിതത്തിൻ്റെ നിസർഗദശയിൽ ആധിപത്യം വഹിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പറയുന്നത്. കാരണം നിസർഗദശ എന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് അനുകൂലത്തിൽ വരുന്ന ഒരു ഇതാണ്. കാരണം 12 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ശുക്രൻ്റെ ആണ്. അതായത് ആസ്വാദനത്തിൻ്റെ കല്യാണപ്രായം, ആസ്വാദനം, പിന്നെന്താ പറയുക, പഠിക്കണ പ്രായം, കോളേജ് പ്രായം, നല്ല നല്ല പ്രണയ സമയങ്ങൾ, അതേപോലെ തന്നെ ഈ ചില ആൾക്കാർ പ്രണയത്തിലൊക്കെ വഴുതി പോകുന്ന സമയങ്ങൾ, കൂട്ടുകെട്ട്, ആസ്വാദനം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രണയം മാത്രമല്ല മറ്റ് എല്ലാ ദുശീലങ്ങൾക്കും ഇതൊക്കെ അതൊരു ആസ്വാദനം തന്നെയാണല്ലോ. മദ്യല ആസ്വാദനം, മറ്റ് ഡ്രഗ്സിന് അടിമപ്പെടുന്ന ആസ്വാദനം, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. എല്ലാം ആസ്വാദനത്തിൻ്റെ. അതുപോലെ തന്നെ വിദ്യാപരമായിട്ട്, ജോലിപരമായിട്ട്, മംഗല്യപരമായിട്ട്, നല്ലതും ചീത്തതിനൊക്കെ ഈ ആസ്വാദനത്തിൻ്റെ സമയമാണ് ഈ 12 വയസ്സ് വരെ 32 വയസ്സ് വരെ. അടുത്തത് 32 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഗുരുവിൻ്റെ ദശയാണ്. അതാ 50 വയസ്സ് വരെ, 32 മുതൽ 50 വയസ്സ് വരെ ഗുരുവിൻ്റെ ദശയായതുകൊണ്ട് ബഹുമാന്യത, പവർ, അറിവിൻ്റെ ആ ഒരു അറിവ്, പവർ, അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഗുരുവൊക്കെ ആ സമയത്തൊക്കെ നല്ല സ്ഥിതിയിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ഈ 32 വയസ്സ് മുതൽ ഈ ഒരു 16 വർഷക്കാലം ഗുരുവൊക്കെ നല്ല വ്യാഴത്തിൻ്റെ ദശ എന്ന് പറയുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദശയിൽ അങ്ങനെ മറ്റേ അതിനെക്കാട്ടും കൂടുതൽ നിസർഗദശയിൽ ആ ഗുരു ജാതകത്തിൽ നല്ല സ്ഥാനത്തൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 32 വയസ്സ് വരെ 32 മുതൽ 52 വയസ്സ് വരെ ഗുരുവിൻ്റെ ദശയാണ്, ഗുരുവിൻ്റെ നിസർഗദശയാണ്. അപ്പോൾ അനുകൂല സമയമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ല അറിവ്, ബഹുമാന്യത, മറ്റുള്ളവരിൽ നിന്ന് ബഹുമാന്യത എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെ രവിയുടെ അധികാരമാണ്. രവി അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രവിയുടെ അധികാരമാണ്. രവി എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ രാജാവാണെന്ന് പറയുന്നത്. അപ്പം രവിയുടെ ആധിപത്യമാണ് വഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നിൽക്കുന്നുണ്ടാവും. അപ്പം പിന്നെ അതേപോലെ തന്നെയാണ് പിന്നെ 70 വയസ്സ് കഴിഞ്ഞാലാണ് 120 വയസ്സ് വരെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിർണായക ഘട്ടം. കാരണം 70 വയസ്സ് മുതൽ 120 വയസ്സ് വരെ ശനിയാണ് നമ്മളെ ജീവിതത്തിലെ അധികാരം, അനീതത അല്ലെങ്കിൽ അധികാരം നമ്മളുടെ ജീവിതത്തിലെ എല്ലാം
കൊണ്ട് നടക്കുന്നത് ശനിയാണ്. അതായത് ജീവിതത്തിൽ സകലമാന സുഖ ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞ് ആ ജീവിതത്തിലേക്ക് വേറെ തലത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് 70 വയസ്സ് മുതൽ 70 വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിലെ സകലമാന ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം കൊണ്ടും നമുക്ക് അനുഭവിച്ച് മരണത്തിന്റെ കാരകനായ ശനിയാണ് ഈ ബാക്കി ഈ 170 മുതൽ 120 വയസ്സ് വരെ നമുക്ക് ആധിപത്യം വഹിക്കുന്നത്. അപ്പോൾ ആ ശനി എന്ന് പറഞ്ഞ മരണത്തിന്റെ കാരകനാണ്, രോഗത്തിന്റെ കാരകനാണ്. എന്നാൽ നല്ല രീതിയിൽ വർക്ക് എല്ലാം എന്താ ജോലി സംബന്ധമായിട്ട് നല്ല ജോലി നിരന്തരം ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ശനി അവസാനം വരുമ്പോൾ നമ്മുടെ ഈ ശനി ആധിപത്യം വഹിക്കുമ്പോൾ ജീവിതത്തിൽ പല പല ക്ലേശങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവാം. ചിലപ്പം എല്ലാവർക്കും എല്ലാവരും ഒരേപോലെ വരുന്നില്ല. അപ്പോൾ ആ ശനിയുടെ കാര്യം, ശനി എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിയോടെ കൂടി കാണുന്നുണ്ട്. 120 വയസ്സ് വരെ ആ ശനിയുടെ ആധിപത്യമായതിനാൽ നിസർഗദശ ഇതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അനിവേദ്യമാവുന്നത്. അത് അല്ലാണ്ട് ഈ ദശാസമ്പ്രദായം ഒന്നും നമ്മുടെ കൂടുതല. ആ സമയത്ത് ഗ്രഹനിലയിൽ നല്ല നല്ല സൂചനകളൊക്കെ വരാം. അത് ആരും വിനിയോഗിക്കുന്നില്ല. അവിടെ ദശ പറഞ്ഞിട്ട് ഒരു വേറെ കൃത്യമായി ജാതക വിജ്ഞാനം ചെയ്യാണ്ട് ദശയൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഒന്നും കൂടി പറയാം. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ ചന്ദ്രൻ ആധിപത്യം വഹിക്കുന്നു. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ബുധൻ ആധിപത്യം വഹിക്കുന്നു. 12 വയസ്സ് മുതൽ 32 വരെ ശുക്രന്റെ ആധിപത്യം വഹിക്കുന്നു. 32 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഗുരുവിന്റെ ആധിപത്യം വഹിക്കുന്നു. 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെ രവിയുടെയും ആധിപത്യം വഹിക്കുന്നു നിസർഗദശയിൽ. 70 വയസ്സ് മുതൽ 120 വയസ്സ് വരെ ശനിയുടെ ആധിപത്യമാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലം. ഇപ്പൊ എൻ്റെ വീട്ടിലൊരു അമ്മയ്ക്ക് 70 വയസ്സ്, ഏകദേശം 75 വയസ്സായി. അപ്പോൾ ഇനി അവർക്ക് എന്താ പറയുക, ഇനി ശനിയുടെ ഒരു കാരകത്വമാണ്. അപ്പോൾ ആ ശനിയുടെ എല്ലാ ജീവിതത്തിലെ സകലമാന സുഖ ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ് നമ്മൾ വേറൊരു തലത്തിലേക്ക് പോകേണ്ട ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ അനുഭവം. പക്ഷെ ഇതാരും പറഞ്ഞ് കേൾക്കണില്ല. എല്ലാവരും ദശാസമ്പ്രദായം മാത്രമാണ് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് 7 ഗ്രഹങ്ങൾ ജനിച്ച സമയം മുതൽ ഈ നമ്മുടെ 120 വയസ്സ് വരെ 7 ഗ്രഹങ്ങൾ നമ്മൾ ആധിപത്യം വഹിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ. പക്ഷെ ഇവിടെ രാഹുവോ കേതുക്കളോ ഒന്നുമില്ല, ഗുളിയനില്ല, ഒന്നുമില്ല. കാരണം നോക്കിയാൽ ചിന്തിച്ച് 7 ഗ്രഹങ്ങളാണ് ആധിപത്യം കൊടുക്കുന്നത്. മറ്റേത് രാഹു കേതുക്കൾ എല്ലാം അടങ്ങിയതാണ്. രാഹു കേതുക്കൾ രാശിയില്ല, ആഴ്ചയിൽ ആധിപത്യമില്ല. എന്നിട്ടും ഇവർക്ക് എന്തുകൊണ്ട് ഇത് കൊടുത്തു എന്നുള്ളതിന് നമുക്കിപ്പോഴും അർത്ഥം കിട്ടാത്തൊരു ഇതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് ഇനി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.